LDFിന്റെ സ്ഥാനാർത്ഥി എം മുകേഷ് നമുക്കൊപ്പം ചേരുന്നു. മുകേഷ്, ഗുഡ് മോർണിംഗ്. മുകേഷ്, യഥാർത്ഥത്തില് വല്ലാത്തൊരു പണിയാ അല്ലേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം? പ്രത്യേകിച്ച് ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രചാരണത്തിൽ ഇറങ്ങാന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ഏറിയില്ലേ? നല്ല ഏരിയയാണ്. 7 മണ്ഡലങ്ങളല്ലേ. ഇപ്പൊ എങ്ങനെയാ പ്രവർത്തനം? രാവിലെ എഴുന്നേക്കുവോ? രാവിലെ എഴുന്നേക്കും. പിന്നെ കുറച്ചു നേരം ആൾക്കാരെ നേരിട്ട് കടയടക്കാൻ വൈകുമല്ലേ? നേരിട്ട് വീടുകളിൽ പോയി കാണും. പിന്നെ ഇപ്പം കുടുംബയോഗങ്ങളാണ്. കുടുംബയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മേളനത്തിന്റെ ആളും അവിടെ നമ്മള് കാര്യങ്ങളൊക്കെ പൊടി നടന്നാലോ നമുക്ക്. ഓക്കെ മുകേഷ്, ഷിബി ഉപയോഗിക്കേണ്ട ഒരു പ്രസ്താവന വന്നല്ലോ, അതായത് ഈ സിനിമാ അഭിനയവുമായി ബന്ധപ്പെട്ട്. മുകേഷ് ശ്രദ്ധപ്പെട്ടായിരുന്നു? ഞാൻ ഇന്നലെ കണ്ട. അത് ഷിബു ഒക്കെ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ നല്ലൊരു നടനാണ്, നല്ല നടനാണ്, നമുക്കില്ലാത്തൊരു അഭിപ്രായം. രാമഭദ്രനായിട്ടൊക്കെ നല്ല അഭിനയിച്ചു. പക്ഷേ ഈ ലോക്സഭ എന്ന് പറയുന്നത് ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ റോൾ മുകേഷ് എടുക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. അത് കിട്ടത്തില്ല, അത് പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഞാൻ നല്ല നടനാന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ കുറെ കൊല്ലമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ റോളുകളും ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, സംവിധായകന്റെ അടുത്ത്, ഇതെന്തിനാണ് എന്നെ വെച്ച് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്താലേ ശരിയാവൂ. ആ റോളുകളാണ് ഞാൻ എടുക്കുന്നത്. ഒരാള് മുകേഷിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ റോള് വിടും. ആ റോൾ അവര് പറയും വേറൊരാളിനെ പണം ഓഫർ ചെയ്ത അല്ല, ഞാൻ പണത്തിന്റെ ഒക്കെ പിന്നെ വരുന്നതാണ്. ആ റോള് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് അങ്ങനെ അത് കഥാപാത്രമേ മാറ്റും. അപ്പൊ അങ്ങനെ റോളുകളാണ് എന്നെ തേടി വരുന്നത്. അപ്പൊ ഭ്രമയുഗത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമയുഗം ചെയ്യുമ്പോഴേ നമുക്ക് അറിയാനൊക്കെ എന്നെ കൊണ്ട് ചെയ്യോ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ചെയ്യുന്നതിന് മുമ്പ് പറയാനൊക്കെ തരും. പിന്നെ വേറൊരു കാര്യം, ഭ്രമയുഗത്തിലെ ഹീറോ എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ ഹീറോ റോളാണ് പ്രേമേന്ദ്രനാണ്. അപ്പം ഭ്രമയുഗത്തില് ശരിക്കും മമ്മൂട്ടിയുടെ ദേഹത്ത് ചാത്തൻ കയറിയിരിക്കുകയാണ് ആ കഥാപാത്രം. അപ്പൊ ആ ചാത്തൻ കയറിയോ ഇല്ലയോ, ചാത്തനെ പുറത്താക്കണമെന്നുള്ളതാണ് ബാക്കിയുള്ളവർ പറയുന്നത്. അത്രയേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ മുകേഷ്, ഈ കൊല്ലത്തെ അതായത് നിയമസഭയിൽ 2 തവണ മുകേഷിനെ ജയിപ്പിച്ചവര് ആ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ 3-ാം തവണ ലോക്സഭയിലേക്ക് പോകാൻ മുകേഷ് ഒരുങ്ങുന്നു. എന്തുകൊണ്ട് ലോക്സഭയിലേക്ക്? അല്ല, എന്തുകൊണ്ട് നിയമസഭയിലേക്ക് വന്നു? അതേ കാരണം തന്നെയാണ്. ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്ന് കൊല്ലത്തെ സ്നേഹിക്കുന്ന, കൊല്ലം ഭാഷ സംസാരിക്കുന്ന, കൊല്ലത്തിന്റെ അംബാസഡർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ്. അങ്ങനെ എനിക്കൊരു ഓഫർ വന്നു. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർദ്ദേശം വന്നു. LDF നേതാക്കന്മാര് 7.5 കൊല്ലം മുമ്പ് കൊല്ലത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയും എന്തെങ്കിലും ഒരു സേവനം ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസരം വരുമ്പോഴത്തേക്ക് നോ എന്ന് പറയരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ എടുത്തതും. 7.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നും പറയുന്നില്ല. ഇയാള് ആ സിനിമാ നടൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ ആൾക്കാരെ കാണാനില്ല, അങ്ങനെ കുറെ പരാതി അതൊക്കെ തുടക്കത്തില് കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1748 കോടി രൂപ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് പോകും. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെപ്പറ്റി പറയാത്തത്. വീണ്ടും അതേപോലെ ഒരു സാഹചര്യം വന്നു. കൊല്ലം മണ്ഡലത്തിൽ മാത്രം നിന്നാൽ പോരാ, ടോട്ടലായിട്ട് 7 മണ്ഡലങ്ങളിൽ നിൽക്കണം. നിങ്ങളുടെ കൊല്ലത്തോടുള്ള സ്നേഹവും അർപ്പണവും, നിങ്ങൾ കൊല്ലത്തിന് വേണ്ടി ചെയ്യാനുള്ള ആ താല്പര്യവും ആഗ്രഹവും കുറച്ചുകൂടെ വിപുലമാക്കണമെന്ന് പറഞ്ഞപ്പോഴും അപ്പോഴും എനിക്ക് നോ എന്ന് പറയാൻ പറ്റുന്നില്ല. മോശം, എനിക്കൊരു കാര്യം, അതായത് ഇപ്പം ഈ നിയമസഭയിൽ പോകുമ്പോൾ എന്തായാലും കളി കേരളത്തിലായതുകൊണ്ട് നിങ്ങളുടെ അഭിനയമൊക്കെ തുടരുമായിരുന്നു. അപ്പൊ കളി ഡൽഹിയിലേക്ക് മാറി കഴിയുമ്പോൾ ആ സിനിമ അഭിനയിക്കാനുള്ള ഇടവേള കിട്ടത്തില്ല, ചിലപ്പോൾ നേരം കിട്ടത്തില്ല, പ്രശ്നമാവുമല്ലോ. അപ്പൊ ആ അഭിനയത്തിന്റെ കാര്യം എന്താ, ഇടവേളയാവൂ? അതൊന്നും ഇടവേള ആവാൻ പറ്റത്തില്ല. എന്റെ ജീവിതമാർഗ്ഗം വരുമാനോ? എന്റെ വരുമാനം അത് വെച്ചല്ലേ ഞാൻ ജീവിക്കുന്നത്. കളി മൊത്തം അതിലാ. പക്ഷെ എനിക്ക് ഈ 7.5 കൊല്ലം സക്സസ്ഫുൾ ആയിട്ട് നിയമസഭയിൽ ഒരു MLA MP കാട്ടിയും കൂടുതൽ സമയം MLA ആണ് ഇവിടെ നിൽക്കേണ്ടത്. അത് ഞാൻ നിന്നില്ലേ? എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേപോലെ MP എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നിൽക്കും. എനിക്കൊരു ചാൻസ് താ, എന്നാലല്ലേ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എന്നെ കാണുമ്പോൾ തന്നെ ഇയാൾ ശരിയാവത്തില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുന്നത്? എനിക്കൊന്ന് അങ്ങനെ ഒരു സംഘടിതമായ മൂവ് ഉണ്ടായിരുന്നില്ലേ കൊല്ലം? എന്ന് വെച്ചാൽ മുകേഷ് ഇവിടെ മണ്ഡലത്തിൽ സജീവമല്ല, സിനിമ അഭിനയിക്കാൻ പോകും. കാര്യം ഒരു സിനിമ അഭിനയിച്ചാൽ അതിന്റെ പോസ്റ്റ് കുറെ കാലം നിൽക്കുമല്ലോ. അതെ, അതുകൊണ്ടുള്ള തോന്നലായിരുന്നു. ഞാൻ ഇവരത്തെല്ലാം പറയുന്നുണ്ട്. ഇവരൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതായത് ആ ആത്മവിശ്വാസം എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ, എന്റെ അച്ഛൻ ഒരു നാടക നടനായിരുന്നു. അദ്ദേഹം 16 കൊല്ലം ഇവിടെ വടക്കേവള പഞ്ചായത്ത് പകല് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും രാത്രിയാകുമ്പോൾ ജീവിതമാർഗമായ നാടകവും അഭിനയിച്ച് സക്സസ്ഫുൾ ആക്കിയ ആളാണ് ഞാൻ. രണ്ടും ഒന്നിച്ച് ഗംഭീരമായിട്ട് കൊണ്ടുപോയി അത് കണ്ടു വളർന്ന ആളാണ് ഞാൻ.
അപ്പൊ 7.5 കൊല്ലം കൊണ്ട് ഞാനത് പ്രൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ മുകേഷ് ഇന്നസെന്റ് ഏട്ടൻ അവിടെ മത്സരിക്കുമ്പോഴേ, ചാലക്കുടിയിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് താരങ്ങളൊക്കെ വന്നിരുന്നു. ഈ മുകേഷിനെ സപ്പോർട്ട് പ്രഖ്യാപിച്ച് താരങ്ങളെല്ലാം കൊല്ലത്തിറങ്ങിയോ? ഇല്ല, അങ്ങനെ ഞാൻ ആരെയും വിളിക്കാറില്ല, പണ്ടത്തെ പോലെ അല്ല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, ഒരു ഐലൻഡാണ്. അപ്പൊ അത് അവർക്ക് ഒരുപാട് അംബിഷൻ കാണും. അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിപാളി അത് പോസ്റ്റർ വലിച്ചു കീറും, സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ ഉള്ള ഭയം. എന്നാൽ ആ ഭയം ഇല്ലാത്ത ആൾക്കാര് ഞാൻ LDF ആണ് അല്ലെങ്കിൽ ഞാൻ UDF ആണ് എന്ന് തീരുമാനമെടുത്തവർക്ക് വരാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വരുന്നെങ്കിൽ വരിക. ഈ തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയുണ്ട് മുകേഷ്? ചൂടായി കഴിഞ്ഞോ കൊല്ലത്ത്? സ്റ്റാർ മണ്ഡലമാണല്ലോ ഇത്. കാരണം നിങ്ങളും NK പ്രേമേന്ദ്രനും പിന്നെ മൂന്നാം മുന്നണിയുണ്ട്. അപ്പൊ ഇവര് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഒരു സ്റ്റാർ 6-7 മണ്ഡലങ്ങൾ സെലക്ട് ചെയ്താൽ അതിലൊന്ന് കൊല്ലമായി മാറിയിട്ടുണ്ട്. അതെ, വളരെ ആവേശമാണ്. ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും ഇങ്ങനെ അണ്ടർ കറണ്ട് ഉണ്ട്. ചില സ്ഥലത്തൊക്കെ സൂക്ഷിക്കണേ, അണ്ടർ കറണ്ട് ഉണ്ടോ? നമുക്ക് ഒരു അണ്ടർ കറണ്ട് അതായിരിക്കും. ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് മാത്രമല്ല, ആവേശത്തിന്റെ ഒരു കറണ്ട് ഉണ്ട്. ഞാൻ ഈ നിയമസഭയിൽ നിന്നപ്പോഴും ഞാൻ ഇന്നസെന്റ് ഏട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അദ്ദേഹം അന്ന് എന്റെ പ്രചരണത്തിന് വേണ്ടി MP ആയിരിക്കുകയാണെന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അത് ചോദിച്ചു, ഈ ആവേശമല്ല വോട്ടായി മാറുമോ ചേട്ടാ എന്ന് ചോദിച്ചു. പറഞ്ഞു, എക്സ്പ്രഷൻ നോക്കണം, അവരുടെ കണ്ണിൽ ആ തിളക്കമുണ്ടെങ്കിൽ അത് വോട്ടാടാ. വെറുതെ കൈ കാണിച്ചു കഴിഞ്ഞാൽ സിനിമയാണ്. എന്നാൽ തിളക്കമുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി തിളക്കമാണ്. എന്റെ കൂടെ വന്നാൽ അറിയാം. അമ്മമാരും സഹോദരന്മാരും ഒക്കെ ആവേശത്തിൽ കൈപിടിച്ച്, പ്രത്യേകിച്ച് ന്യൂനപക്ഷം ഭയങ്കര അപകടകരമായ ഒരു സ്ഥിതിയിലാണെന്നുള്ളത് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഈ മുകേഷ്, ഒരു ചോദ്യം കൂടി. ഇപ്പൊ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രനെ കുറിച്ച് ആൾക്കാർ പറയുന്നൊരു കാര്യം, അദ്ദേഹം ലോക്സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു, നല്ല പാർലമെന്റേറിയനാണ് എന്നുള്ളതാണ്. മുകേഷ് ഒരുപക്ഷെ ജനങ്ങളോട് പറയുന്നത് എന്തായിരിക്കും? മുകേഷിന്റെ സാധ്യതകൾ വെച്ച് ലോക്സഭയിൽ എന്തായിരിക്കും മുകേഷ് ജനങ്ങളോട്? അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പറ്റിയോ അവിടുത്തെ അവതരണത്തെ പറ്റിയോ ഒന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വെൽ ഡൺ ഈസ് ബെറ്റർ ദാൻ വെൽ സെഡ് എന്നാണ് പറയാം. ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ്. അതാണ് വേണ്ടത്. നമ്മുടെ വികസനം തൊട്ട് കാണിച്ചല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ ആൾക്കാരെ അഭിമുഖീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് പറഞ്ഞാൽ പോരാ, പ്രവർത്തിക്കണം. അതാണ് എന്റെ തുറപ്പിയിട്ട്. അതാണ് ജനങ്ങളുടെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ മുകേഷ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. തകർക്കോ. അടുത്ത എവിടത്തേക്കാ ഇപ്പൊ പോകാൻ പോകുന്നത്? ഇന്ന് ചടയമംഗലം. അവിടെ തകർക്കും. ഓക്കെ. അപ്പൊ ഇലക്ഷൻ, മറ്റുള്ള ഇലക്ഷൻ ചൂടിലേക്ക് നമ്മൾ പോകട്ടെ. താങ്ക് യു മുകേഷ്, ഒരിക്കൽ കൂടി സന്തോഷം. ഓക്കെ, ബായ്. അപ്പോൾ മുകേഷ് വളരെ പ്രതീക്ഷയോടാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നതെന്ന് അറിയാം. LDF സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 2 തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മുകേഷ്. അപ്പോൾ ഇപ്പോൾ സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം.